മാത്രം എങ്ങനെ എപ്പോഴും സന്തോഷിക്കാൻ പറ്റുന്നത്? ഞാൻ എത്രയൊക്കെ ശ്രമിച്ചിട്ടും എനിക്ക് ടെൻഷൻ മാത്രം മിച്ചം. കറിവേപ്പില ഇടുന്നില്ലേ? കിരണും ദുർഗ എപ്പോഴും ഒന്നിച്ചുണ്ട്. പൃഥ്വിക്ക് എന്റെ അടുത്തൊന്ന് ഇരിക്കണമെങ്കിൽ നല്ല നേരം നോക്കണം. എന്തൊരു കുഴപ്പമോ ഇത്. ഇവരുടെ സന്തോഷം കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അവള് കരയണേ, അവളുടെ കണ്ണീർ എനിക്ക് കാണണം. മനസ്സാകവേ അത് ശരിയാ. ആളുകൾ നമ്മളെ വിട്ടു പോയാലും ആ സ്വാദ് അങ്ങനെ നിലനിൽക്കും. നിങ്ങൾ ഇത്രയ്ക്ക് പറയാനും മാത്രമൊന്നുമില്ല. എനിക്കിതൊന്നും അത്ര ഇഷ്ടപ്പെട്ടതുമില്ല. അഷിതയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും എടുത്ത് കഴിക്കുന്നുണ്ടല്ലോ. ഇഷ്ടപ്പെട്ടിട്ടൊന്നുമല്ല, പിന്നെ വിശപ്പ് മാറണ്ടേ. ഇവിടെ ഇതല്ലേ ഉള്ളൂ, അതുകൊണ്ട് കഴിക്കുന്ന. അതെ, ഞാനും അതുകൊണ്ടാ കഴിക്കുന്നത്. കുറച്ചൂടെ. ഹലോ, ഒരു ഇൻഫർമേഷന് വേണ്ടി വിളിച്ചതാ. എന്തായിരുന്നു? ചോദിച്ചോളൂ. മെയിനോന് വിഗ്രഹങ്ങളും ആന്റിക് മെറ്റീരിയൽസും വിദേശത്തേക്ക് കടത്തുന്നൊരു നെറ്റ്വർക്ക് ഉള്ളതായി അറിയാമോ? അറിയാം, പക്ഷെ അത് കുറച്ചു നാളായി ആക്റ്റീവ് അല്ലായിരുന്നു. അത് വീണ്ടും ആക്റ്റീവ് ആകാൻ പോകുന്നു. കേരളത്തിലെ പല ക്ഷേത്രങ്ങളിലെയും വിഗ്രഹങ്ങൾ മോഷണം പോകുമെന്നും ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അതിലൊന്ന് ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ കുറെ മോഷണങ്ങൾ ഉണ്ടാവുന്നുള്ളത് ഉറപ്പാ. മെയിനോന്റെ ഗ്യാങ്ങിലെ ഒരു ഡ്രൈവറെ കിട്ടിയിട്ടുണ്ട്. അയാൾ ആ പേരിലാണ് അവർക്കിടയിൽ അറിയപ്പെടുന്നത്. പക്ഷേ അയാളിൽ നിന്ന് ഇൻഫർമേഷൻ ഒന്നും കിട്ടിയിട്ടില്ല. മേനോന്റെ ഗ്യാങ്ങിലെ എല്ലാവരെയും അറിയാവുന്ന ഒരാളാണ് അയാൾ. അവനെ കൊണ്ട് സംസാരിപ്പിക്കാൻ സാധിച്ചാൽ ഒരുപാട് പേരെ നിങ്ങൾക്ക് പിടിക്കാൻ പറ്റും. താങ്ക്സ് ഫോർ ദി ഇൻഫർമേഷൻ സഞ്ജയ്. പിന്നെ കസ്റ്റംസിൽ സാമുവൽ എന്നൊരു ഓഫീസറുണ്ട്. അയാൾ മേനോന്റെ ആളാണ്. മേനോന്റെ ഇല്ലീഗൽ കൺസൈൻമെന്റുകൾ ഷിപ്പ് ചെയ്യാൻ സഹായിക്കുന്നത് അയാളാണ്. അയാളെ കൃത്യമായി ട്രാക്ക് ചെയ്താൽ വിഗ്രഹങ്ങൾ നാട് വിട്ടുപോകാതെ തിരിച്ചു പിടിക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു. ഞാൻ വിളിച്ചോളാം. ഇനിയും സഹായങ്ങൾ വേണ്ടിവരും. ഇടയ്ക്കൊക്കെ വാല്യൂ ഉള്ള ന്യൂസുകൾ തന്ന് എന്നെ ഒന്ന് സഹായിക്കണം. ഷുവർ, അത് പ്രതീക്ഷിക്കാം. താങ്ക് യു. ഹലോ. എന്തായി കാര്യങ്ങള്? അവര് സുരക്ഷിതമായ ഒരു സ്ഥലത്ത് ഞാൻ താമസിപ്പിച്ചിട്ടുണ്ട്. പേടിക്കാനൊന്നുമില്ല. ഗുഡ്. ഇനി 4 വിഗ്രഹങ്ങൾ കൂടി എടുക്കാനുണ്ട്. എല്ലാം ഒരുമിച്ച് വേണം ഷിപ്പ് ചെയ്യാൻ. അതുവരെ നല്ല ശ്രദ്ധ ഉണ്ടാവണം. നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്കും ഉണ്ടാവാൻ പാടില്ല. മനസ്സിലായി, ശ്രദ്ധിച്ചോളാം. ഓക്കെ, ഐ വിൽ കോൾ യു. ശരി, ഓക്കെ.
അങ്ങനെ ഒരു ബിസിനസ് ഉണ്ടെന്ന് പൃഥ്വി പറയുന്നതല്ലാതെ അതിന്റെ ഒരു ഡീറ്റെയിൽസും ഇവിടെ ആർക്കും അറിയില്ല. എടോ, ഷിപ്പിലും ഫ്ലൈറ്റിലും ഒക്കെ പാഴ്സലുകൾ അയക്കുകയും പല സ്ഥലങ്ങളിലേക്ക് ലോഡുകൾ കണ്ടെയ്നറുകളിൽ വിടുന്ന ഒരു ബിസിനസ്സാണ്. കൊറിയർ ആണോ? കുറച്ചുകൂടി വലിയ ലോഡുകളാണ്. അത് വാങ്ങുന്നതും കൊണ്ടുകൊടുക്കുന്നതും പൃഥ്വിയാണോ? അല്ല. അപ്പൊ അതിനൊക്കെ സ്റ്റാഫ് ഉണ്ടോ? ഉണ്ട്. അവർക്ക് ഓഫീസിലാണോ? അല്ല, വർക്ക് ഫ്രം ഹോമാണ്. അപ്പൊ പിന്നെ എന്തിനാ പൃഥ്വി എപ്പോഴും പോകുന്നേ? അത് ചില കസ്റ്റംസ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും. പിന്നെ കുറെ നിയമപ്രശ്നങ്ങളൊക്കെ ഉള്ള ലോഡുകൾ വരും. അതെന്താ, കള്ളക്കടത്താണോ? ഹേയ്, അതൊന്നുമല്ല. നല്ല ലാഭം കിട്ടുന്നുണ്ടോ? ഉണ്ട്. എന്നിട്ട് ആ പണമൊക്കെ എവിടെ? അത് എന്തെങ്കിലും ആവശ്യത്തിന് കാശെടുത്താ ഉടനെ പൂർണിമ ചേച്ചി ക്യാഷ് ഡെബിറ്റ് ആയി എന്നുള്ള മെസ്സേജ് മുക്കി പിടിച്ചോണ്ട് വരുന്നത് എന്തിനാ? നമ്മുടെ ഈ ബിസിനസ് ബഡ്ഡിംഗ് സ്റ്റേജിലാണ്. ഞാൻ മുടക്കിയ ഇനിഷ്യൽ ക്യാപിറ്റൽ പലതും ഫ്രണ്ട്സിന്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിയതാണ്. ഇപ്പൊ ഞാനത് തിരിച്ചു കൊടുത്തോണ്ടിരിക്കുക. വലിയ താമസമില്ലാതെ കടമെല്ലാം തീരും. പിന്നെ കിട്ടുന്ന ലാഭമെല്ലാം തനിക്ക് ഷോപ്പിംഗ് ചെയ്യാനായിട്ടൊക്കെ കിട്ടും. ആരും മെസ്സേജ് കൊണ്ട് വരികയില്ല, തന്നെ ഒന്നും പറയേയില്ല. പോരെ? പോരാ. ഇനി എന്താ തനിക്ക് വേണ്ടത്? ആ കിരണും ദുർഗയും എത്ര സന്തോഷത്തോടെ ഇവിടെ ജീവിക്കുന്നെന്നറിയോ? അവരെപ്പോഴും ഒന്നിച്ചുണ്ട്. അവർ പുറത്തു പോകുന്നുണ്ട്, ലൈഫ് എൻജോയ് ചെയ്യുന്നുണ്ട്, എല്ലാം ഉണ്ട്. എനിക്ക് മാത്രം ഒന്നുമില്ല. എപ്പോഴും ഈ വീട്ടിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കണം. അതിന് പരിഹാരം ഉണ്ടാക്കാം. നമ്മളിതാ ഇപ്പോ ഡിന്നറിന് പോകുന്നു. നല്ലൊരു സ്റ്റാർ ഹോട്ടലിൽ നല്ലൊരു ഉഗ്രൻ ഡിന്നർ. ഓക്കെ അല്ലേ?